ബാങ്കിൽ ഒരു ക്ലർക്ക് ജോലി നേടണോ? അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും മികച്ച ഒരു അവസരമാണ് നമുക്ക് വന്നിരിക്കുന്നത്. IBPS ക്ലർക്കിന്റെ 2026 നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് പേര് ബാങ്കിങ് മേഖലയിൽ എങ്ങനെയാണ് ഒരു ജോലി നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോൾ സ്റ്റാഫ് സെലക്ഷൻ, റെയിൽവേ, ബാങ്കിങ് ജോബുകളുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മുടെ നാട്ടിലെ വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു പ്രശ്നം, ഇപ്പൊ PSCയുടെ എക്സാമുകൾ എഴുതുമ്പോൾ പലപ്പോഴും നമുക്ക് എക്സാമുകൾ എല്ലാ വർഷവും വിളിക്കുന്നില്ല. അതുപോലെ സാലറി നമ്മൾ നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ്. അത്തരത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് ബാങ്കിങ് ജോബുകളുടെ പ്രത്യേകത അത്യാവശ്യം നല്ല സാലറി പ്രൊട്ടക്ഷൻ കിട്ടുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ ക്ലറിക്കൽ എക്സാമിന്റെ നോട്ടിഫിക്കേഷനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഏതൊക്കെ ബാങ്കുകളിലേക്കാണ് ഈ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് പോലെയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന IBPS, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിങ് പേഴ്സണൽ സെലക്ഷൻ, അതാണ് IBPSന്റെ സൈഡിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു ക്ലറിക്കൽ എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ ആണ്. ഏകദേശം 11,403. ലാസ്റ്റ് വർഷം 15,000-ഓളം വേക്കൻസി ഉണ്ടായിരുന്നു. ഈ വർഷം ഒരല്പ കുറവാണ്. എത്രയാണ്? 11,403 വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ IBPS എന്ന് പറയുമ്പോൾ 11ഓളം പബ്ലിക് സെക്ടർ ബാങ്കുകളിലേക്ക്, ഞാൻ അതിന്റെ എല്ലാ ഡീറ്റെയിൽസ് ഈ വീഡിയോയിൽ പറഞ്ഞു തരാം. എങ്ങനെ പഠിക്കണം, എന്തൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്, ഏതൊക്കെ ഫേസ് വരുന്നുണ്ട് എക്സാമുകൾക്ക്. ഇപ്പൊ ദിശ അക്കാഡമി നിങ്ങൾക്കറിയാം, മെയിൻലി 3 എക്സാമുകളാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. നിങ്ങൾ നോക്കിയാൽ അറിയാം, നമ്മുടെ ചാനലിൽ നമ്മൾ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ, റെയിൽവേ എക്സാംസ് ആൻഡ് ബാങ്കിങ് എക്സാംസ്, അല്ലാതെ നമ്മൾ എല്ലാ എക്സാമുകൾക്കും വേണ്ടിയിട്ടുള്ള കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന അക്കാഡമി അല്ല. നമ്മൾ മെയിൻലി ഈ 3 എക്സാമുകളെ തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അതിന്റെ കാരണവും ഈ എക്സാമുകൾ എല്ലാ വർഷവും വിളിക്കുന്നു എന്നുള്ളതും, ഈ എക്സാമുകൾ കുട്ടികൾക്ക് ഓഫർ ചെയ്യുന്ന ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, സാലറി, ഈ കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ നോക്കൂ, 15,000-ഓളം വേക്കൻസി ഉണ്ടായിരുന്നു ലാസ്റ്റ് വർഷം. ഈ വർഷം 11,500-ഓളം വേക്കൻസിയാണ് നമുക്ക് വന്നിരിക്കുന്നത്. എന്നാണ് ഇതിന്റെ നോട്ടിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്? August 1 മുതൽ. ഞാൻ ഇതിനു മുമ്പിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. August 1 മുതൽ നമുക്ക് IBPS ക്ലർക്കിന് അപ്ലൈ ചെയ്തു തുടങ്ങാമെന്ന് ഷോർട്ട് നോട്ടീസ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. August 1 മുതൽ 21 വരെയാണ് ഈ എക്സാമിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. ടൈം ഒട്ടും നിങ്ങൾ കളയരുത്. ഏജ് വരുന്നത് 20 to 28 ആണ്. 20 വയസ്സ് മുതൽ 28 വയസ്സ് വരെ യങ്സ്റ്റർ ആയിട്ടുള്ള ആളുകളെ ഉദ്ദേശിച്ചുകൊണ്ടാണ്. അത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. നമുക്ക് ഒരുപാട് ഏജ്ഡ് ആയിട്ടുള്ള ആളുകളെ അല്ല അവർക്ക് വേണ്ടത്. ഇപ്പൊ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന, ഡിഗ്രി ക്വാളിഫിക്കേഷൻ ആണ് കേട്ടോ, ഗ്രാജുവേഷൻ ആണ് ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ള ഏതൊരു വിദ്യാർത്ഥിക്കും ഈ എക്സാമിന്, ഇനി ഡിഗ്രി മതി കേട്ടോ, അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. പ്രിലിംസ് എക്സാം ഉണ്ട്, മെയിൻസ് എക്സാം ഉണ്ട്, അതുപോലെ ലോക്കൽ ലാംഗ്വേജ് പ്രൊഫഷൻസി ടെസ്റ്റ് ഉണ്ട്. മക്കളെ, ഇവിടെ ഇന്റർവ്യൂ ഇല്ല എന്ന് പറയുന്നത് വളരെ വലിയൊരു അഡ്വാൻറ്റേജാണ്. ഇന്റർവ്യൂ ഇല്ല. ചില ആളുകൾക്ക് ഇന്റർവ്യൂ അല്പം പേടിയൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ളവർക്ക് പ്രിലിംസ്, മെയിൻസ് എന്ന് പറയുന്ന 2 പരീക്ഷകൾ നല്ല മാർക്കോട് കൂടി നിങ്ങൾ ക്വാളിഫൈ ചെയ്യാമെങ്കിൽ നിങ്ങൾക്കൊരു ബാങ്കിൽ ഒരു 50,000-ഓളം സാലറിയിൽ ഒരു ജോലിക്ക് ഇനിഷ്യലി പ്രവേശിക്കാനായിട്ട് കഴിയുന്നു. അത്യാവശ്യം ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് ഉണ്ടാകുന്നു എന്ന് പറയുന്നത് തന്നെയാണ് ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഓൺലൈൻ പരീക്ഷയാണ് വരുന്നത്. നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട മോഡും ഓൺലൈൻ തന്നെയാണ്. അപ്പോൾ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻസ് എല്ലാം ഞാൻ തുടക്കത്തിലേ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. എപ്പോഴും എല്ലാവരും കാത്തിരിക്കുന്ന എത്ര അവസരങ്ങളുണ്ട് സാർ. അപ്പൊ 11,403 അവസരങ്ങളാണ് നമ്മുടെ ഫ്രണ്ടിലുള്ളത്. ക്ലിയർ ആണ്? ഇനി അടുത്ത് എനിക്ക് പറഞ്ഞു തരാനുള്ളത്, നമ്മൾ ഈ ഡേറ്റുകൾ വളരെ പ്രാധാന്യത്തോടു കൂടി മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് ഡേറ്റുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇതിൽ നമുക്ക് ഷോർട്ട് നോട്ടീസ് വന്നത് ഞാൻ ഇതിനോടൊപ്പം പറഞ്ഞു തന്നു. 1-ാം തീയതി മുതലാണ് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. 21 വരെ അപ്ലൈ ചെയ്യാം. ഡേറ്റ് വളരെ പ്രാധാന്യമുണ്ട്. ഇനി എന്താണ്? ആപ്ലിക്കേഷൻ കറക്ഷൻ വിൻഡോ 2 days നമുക്ക് തരും. അതുപോലെ തന്നെ പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ്, അതായത് നമുക്ക് ഏകദേശം, ഞാൻ പ്രിലിംസ് എന്ന് പറയുന്ന എക്സാം എന്നാണ്, മെയിൻസ് എക്സാം എന്നാണ്. പ്രിലിംസ് അവർ എക്സ്പെക്ട് ചെയ്യുന്നത് ഒക്ടോബറിലാണ്. അതുപോലെ മെയിൻസ് എക്സാം വരുന്നത് ഏകദേശം ഡിസംബറാണ്. ഡിസംബർ. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. പ്രിലിംസ് എക്സാം എന്ന് വരുന്നു, മെയിൻസ് എക്സാം വരുന്നു ഒക്ടോബർ എന്ന് പറയുമ്പോൾ ഇനി എത്ര സമയം ഉണ്ട് നമ്മുടെ ഫ്രണ്ടിൽ? ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, 3 മാസത്തോളം ടൈം ഇനിയും ഉണ്ട്. ഒക്ടോബർ,
നവംബർ ഡിസംബർ 5 മാസത്തോളം സമയം നമുക്ക് മെയിൻസിനുമുണ്ട്. അപ്പൊ ബാങ്ക് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കാനായിട്ട് ശ്രമിക്കുന്ന ആളുകൾ, ഇപ്പൊ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഒക്കെ ഉള്ള ആളുകൾ, ഞാൻ പറയും പലപ്പോഴും നമ്മൾ PG ഒക്കെ ചെയ്ത് എന്തിനാണോ സമയം കളയുന്നത്? ഇപ്പൊ PG ക്വാളിഫിക്കേഷൻ വെച്ച് വിളിക്കുന്ന പരീക്ഷകളൊന്നും അല്ല കേന്ദ്ര ഗവൺമെന്റ്, റെയിൽവേ, SSC പരീക്ഷകൾ അല്ലെങ്കിൽ ബാങ്ക് എക്സാമുകൾ. ഗ്രാജുവേഷൻ, ഇനി ഗ്രാജുവേഷൻ ഡിഗ്രി, നിങ്ങളുടെ കയ്യിൽ ഒരു ഗ്രാജുവേഷൻ ഡിഗ്രി ഉണ്ടോ? ഇനി നിങ്ങൾ ഹയർ സ്റ്റഡീസ് ഒന്നും ആലോചിച്ച് ടൈം കളയരുത്. നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് പറഞ്ഞു കൊടുക്കുക. ബെറ്റർ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഇത്തരം എക്സാമുകൾക്ക് വേണ്ടി ഒട്ടും സമയം കളയാതെ ട്രൈ ചെയ്യുക എന്നുള്ളതാണ്. 5 മാസത്തോളം സമയം നമുക്ക്. അപ്പൊ ഈ 3 ഡേറ്റുകൾ, ഈ 2 ഡേറ്റുകൾ അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് ആണ്, പ്രിലിംസ് എക്സാം നടക്കുന്ന ഡേറ്റ് ആണ്, മെയിൻസ് എക്സാം നടക്കുന്ന ഡേറ്റ് ആണ്. ഡേറ്റുകൾ വളരെ പ്രാധാന്യമുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി അടുത്ത എനിക്ക് പല ആളുകൾക്കും അറിയാത്തത്, സാർ ഇത് ഏതൊക്കെ ബാങ്കുകളിലേക്കാ? നമ്മുടെ വീടിന്റെ നിയറസ്റ്റ് ആയിട്ട് കാണുന്ന എല്ലാ ബാങ്കുകളും IBPSന്റെ അണ്ടറിൽ വരുന്ന പബ്ലിക് സെക്ടർ ബാങ്കുകളാണ്. ഏതാണ്? ബാങ്ക് ഓഫ് ഇന്ത്യ, ഓക്കെ, ബാങ്ക് ഓഫ് ഇന്ത്യ, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, പഞ്ചാബ് നാഷണൽ ബാങ്ക്, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, ഇന്ത്യൻ ബാങ്ക്, പഞ്ചാബ് സിന്ധ് ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, കാനറ ബാങ്ക്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, യൂക്കോ ബാങ്ക്. നിങ്ങളുടെ വീടിന്റെ നിയറസ്റ്റ് ആയിട്ട്, അല്ലെ, 1 കിലോമീറ്റർ 2 കിലോമീറ്റർ പരിധിയിൽ നിങ്ങൾക്ക് എന്ത് വരുന്നുണ്ട്? ഈ ബാങ്കുകളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മുടെ വീടിനടുത്ത് തന്നെ ഒരു ജോലി നമുക്ക് മേടിച്ചെടുക്കാൻ സാധിക്കുന്ന, ഒരു ക്ലറിക്കൽ ജോബ് മേടിച്ചെടുക്കാൻ സാധിക്കുന്ന പരീക്ഷയാണ് നമ്മുടെ ഫ്രണ്ടിൽ വന്നിരിക്കുന്നത്. ഈ ഓപ്പർച്യൂണിറ്റി ഡെഫിനറ്റ്ലി നിങ്ങൾ മിസ് ചെയ്യരുത്. അപ്പം ബാങ്കുകൾ ഏതൊക്കെയാണ്, ഏതൊക്കെ ബാങ്കുകളിലേക്കാണ് ഞങ്ങൾക്ക് സെലക്ഷൻ കിട്ടുന്നത് എന്നുള്ള കാര്യം ക്ലിയർലി നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അത് നമുക്ക് പ്രയോറിറ്റി ഒക്കെ വെക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി അടുത്തത് ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ള ഏജ് റിലാക്സേഷൻ ആണ്. ഏതാണ്? 20 to 28 ആണ് ജനറൽ UR കാറ്റഗറിയുടെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. എന്നാലും നമ്മുടെ SC ST കാറ്റഗറി ആളുകൾക്ക് 5 വർഷത്തെ റിലാക്സേഷൻ ഉണ്ട്. അതായത് അവർക്ക് 32, 33 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. OBC ആളുകൾക്ക് 3 ഇയർ റിലാക്സേഷൻ വരുന്നുണ്ട്, എന്ന് പറഞ്ഞാൽ 31 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആണെങ്കിൽ 10 ഇയേഴ്സ്, അതായത് 38 വരെ അവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. എക്സ് സർവീസ് ആളുകൾ, നിങ്ങൾ സർവീസിൽ നിന്ന് ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് ഒരു 3 ഇയേഴ്സ് കൂടി അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള പ്രത്യേകതയുണ്ട്. പിന്നെ വിഡോസ്, ഡിവോഴ്സ്ഡ് വുമൺ ആൻഡ് അങ്ങനെയുള്ളവർക്ക് 9 ഇയേഴ്സ് ഉണ്ട്. അപ്പോൾ ഏജ് റിലാക്സേഷൻ വരുന്നുണ്ട്. ഈ കാറ്റഗറിയിൽ വരുന്ന ആളുകൾ ഏജ് റിലാക്സേഷൻ ഉണ്ടായതുകൊണ്ട് തന്നെ ആ സൗകര്യവും കൂടെ പ്രയോജനപ്പെടുത്തി നമ്മുടെ വീടിന് നിയറസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ കിട്ടുന്ന ഈ ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കുക. UR കാറ്റഗറി അറിയാലോ, UR കാറ്റഗറിക്ക് എന്താണ്? 20 to 28 ജനറൽ കാറ്റഗറി. ഇനി എന്താണ് ഇവിടുത്തെ ക്വാളിഫിക്കേഷൻ? ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എന്താണ്? നമുക്ക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വെച്ചാൽ ഗ്രാജുവേഷൻ ആണ്. ഗ്രാജുവേഷൻ കേട്ടോ, ഗ്രാജുവേഷൻ ഡിഗ്രി, എനി ഡിഗ്രി മതി. ഇനി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ് നിൽക്കുന്നവരാണ്, പക്ഷെ നമ്മളിപ്പോൾ ചിലർക്ക് ചിലപ്പോൾ ഒരു പേപ്പറൊക്കെ പോയിട്ടുള്ളവരൊക്കെ കാണും. അങ്ങനെയുള്ളവർ നമ്മുടെ എക്സാം കഴിഞ്ഞ് കഴിഞ്ഞ് നമ്മുടെ ഡോക്യുമെന്റ് വെരിഫിക്കേഷന് മുമ്പ് എന്തായിരിക്കണം? നമ്മൾ ഗ്രാജുവേറ്റഡ് ആയിരിക്കണം. എങ്കിൽ മാത്രമേ ഇതിന് നമ്മൾ എലിജിബിൾ ആവുന്നുള്ളൂ. ഇനി ആപ്ലിക്കേഷൻ ഫീ ഉണ്ട്. 850 രൂപയാണ് ജനറൽ കാറ്റഗറി വരുന്നത്. 175 രൂപയാണ് SC ST കാറ്റഗറി ആളുകൾക്ക് വരുന്നത്. അപ്പോൾ ആപ്ലിക്കേഷൻ ഫീ വരുന്ന പരീക്ഷയാണ്. പക്ഷെ അത്രത്തോളം വേക്കൻസി ഉള്ള പരീക്ഷയാണ്. തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം? അറ്റംപ്റ്റ് ചെയ്യണം. ഒരു തർക്കവുമില്ല. 850 റുപ്പീസ് കൊടുത്തായാലും പരീക്ഷകൾ എഴുതാതെ ആ മോഡ് ഒരിക്കലും പഠിക്കാൻ പറ്റത്തില്ല. പരീക്ഷകൾ നമ്മൾ എഴുതിക്കൊണ്ടേയിരിക്കണം. തീർച്ചയായും നമ്മളിപ്പോൾ സ്റ്റാഫ് സെലക്ഷൻ ആണ് നോക്കുന്നത്, റെയിൽവേ ആണ് നോക്കുന്നത്, SSC ആണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾ PSCയുടെ പരീക്ഷകൾ പോയി എഴുതുന്നതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. നിങ്ങൾ നിങ്ങളുടെ പാറ്റേൺ കൃത്യമായിട്ട് മനസ്സിലാക്കണം. നിങ്ങൾ ഏത് എക്സാമിനാണ് ഫോക്കസ് ചെയ്യുന്നത്, ആ ഒരു പാറ്റേണിൽ തന്നെയുള്ള പരീക്ഷകൾ എഴുതി എക്സ്പീരിയൻസ് നേടിയെടുക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ളതാണ് മക്കളെ. അത് ഞാൻ ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. പിന്നെ ഇതിന് എന്തൊക്കെയാണ് പഠിക്കേണ്ടത്? നമുക്ക് നോർമലി ഈ സ്റ്റാഫ് സെലക്ഷൻ, റെയിൽവേ, ബാങ്ക് എക്സാമുകൾക്ക് മാത്സ് ഒരു വളരെ ഇമ്പോർട്ടന്റ് ഘടകമാണ്. ഇപ്പൊ SSC എക്സാം എടുത്താൽ മാത്സ് ഒരു ഇമ്പോർട്ടന്റ് ഘടകമാണ്. റീസണിങ് ഒരു ഇമ്പോർട്ടന്റ് പാർട്ടാണ്. അതുപോലെ തന്നെ എന്ത് വേണം? ഇംഗ്ലീഷ് ഒരു ഇമ്പോർട്ടന്റ് പാർട്ടാണ്. പക്ഷെ ബാങ്ക് എക്സാമിനെ അതിന്റെ രീതിയിൽ തന്നെ പഠിക്കണം. പറഞ്ഞു മനസ്സിലായോ? ഞാനിപ്പോ നമ്മൾ കേന്ദ്ര ഗവൺമെന്റ് എക്സാമുകൾക്കാണ് ക്ലാസ് കൊടുക്കുന്നതെങ്കിലും ദിശയിൽ ബാങ്ക് എക്സാമിന് സെപ്പറേറ്റ് ക്ലാസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരിക്കലും SSCയുടെ ക്ലാസിന്റെ ഒപ്പം ഫില്ല് ചെയ്തല്ല. ഇപ്പൊ ഇംഗ്ലീഷ് പോലെയുള്ള ചില സബ്ജക്ട്സ് ഒക്കെ കോമൺ ആയി നമുക്ക് കോപ്പി ചെയ്ത് പോകാൻ പറ്റും. പക്ഷെ ബാങ്ക് സ്റ്റുഡൻസിന് അവരുടേതായ ഒരു ഐഡിയയിലേക്ക്, ഫോക്കസിലേക്ക് കൊണ്ടുപോകാനാണ് ദിശ അക്കാഡമി എപ്പോഴും ശ്രമിക്കുന്നത്. കാരണം അവരുടെ സിലബസിന്റെ പ്രത്യേകത തന്നെയാണ്. നിങ്ങൾ നോക്കൂ, എന്തൊക്കെയാ വരുന്നത്? ഇംഗ്ലീഷ് 30 ക്വസ്റ്റ്യൻസ് 30 മാർക്സ് നമുക്ക് നേടിയെടുക്കണം. 30 ക്വസ്റ്റ്യൻസ് 30 മാർക്ക് നമുക്ക് നേടിയെടുക്കണം. അതുപോലെ ന്യൂമറിക്കൽ എബിലിറ്റി 35 ക്വസ്റ്റ്യൻസ് 35 മാർക്സ് നമുക്ക് നേടിയെടുക്കണം. അതുപോലെ
റീസണിങ് എബിലിറ്റി 35 ക്വസ്റ്റ്യൻസ് 35 മാർക്സ്. ഇത് മൂന്നിനും ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് ദിശ അക്കാഡമിയെ സംബന്ധിച്ച് ദിവ്യ മിസ് ഇതാണ് എടുത്തു കൊടുക്കുന്നത്, ആതിര മിസ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആണ് എടുത്തു കൊടുക്കുന്നത്, റീസണിങ് അനന്തു സാർ എടുത്തു കൊടുക്കുന്നു. ഇവര് 3 പേരും ഈ 3 ഏരിയകളിൽ ഫോക്കസ് ചെയ്ത് പഠിപ്പിച്ചു കൊടുക്കുക ചെയ്യുന്നത്. അപ്പൊ കൃത്യമായിട്ട് നിങ്ങൾ ചോദിക്കും ഈ ടൈം പീരീഡിൽ പഠിച്ചെടുക്കാൻ പറ്റുമോ? കൃത്യമായിട്ട് 3 monthsൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഈ ടോപ്പിക്കുകൾ കവർ അപ്പ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. 100 ക്വസ്റ്റ്യൻസ് 100 മാർക്ക് 60 മിനിറ്റ്. ഓക്കെ, ഇനി ഓൺലൈനായി പഠിക്കേണ്ടവർക്ക് അങ്ങനെയും പഠിക്കാം. നമ്മുടെ പ്രീതി മിസ്സിന്റെ ക്ലാസ്സുകളും ആരോമൽ സാറിന്റെ ക്ലാസ്സുകളും അതുപോലെ നമ്മുടെ റീമ മിസ്സിന്റെ ക്ലാസ്സുകളും നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. തീർച്ചയായിട്ടും ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത്. ടൈം അലോട്ടഡ് ആയിട്ടുള്ള സ്ലോട്ടുകൾ ഉണ്ട്. കൃത്യമായിട്ട് ടൈം സ്ലോട്ട് കീപ്പ് ചെയ്ത് 20 മിനിറ്റ് ആണ് നമുക്ക് കിട്ടുന്നത് ഈ 3 പാർട്ടിനും. അപ്പൊ മാത്സ്, റീസണിങ്, ഇംഗ്ലീഷിലുള്ള നിങ്ങളുടെ എബിലിറ്റി ആണ് പ്രിലിംസ് എക്സാം എന്ന് പറയുന്നത്. മനസ്സിലായ മക്കളെ? പ്രിലിംസ് എക്സാം എന്ന് പറയുന്നത് മാത്സ്, റീസണിങ് അതുപോലെ തന്നെ ഇംഗ്ലീഷ്, ഇത് 3ലുമുള്ള നിങ്ങളുടെ എബിലിറ്റി. ഇതിൽ എബിലിറ്റി ഉള്ളവരെ മാത്രമേ രണ്ടാമത്തെ ടയർ 2ലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കുള്ളൂ. അവരൊരു പ്രിലിംസ് എക്സാം നടത്തി ആവശ്യമില്ലാത്തവരെ ഒഴിവാക്കും, എബിലിറ്റി ഉള്ളവരെ നിർത്തും. തീർച്ചയായിട്ടും പ്രിലിംസ് എക്സാം നന്നായി തന്നെ പഠിച്ച് എഴുതേണ്ടതായിട്ടുണ്ട്. 60 മിനിറ്റ് വരുന്ന 100 ക്വസ്റ്റ്യൻസും 100 മാർക്കും വരുന്ന പരീക്ഷയാണ് പ്രിലിംസ് എക്സാം എന്ന് പറയുന്നത്. മെയിൻസ് എക്സാംസിലേക്ക് വരുമ്പോൾ ടോപ്പിക്ക് മാറുന്നില്ല മക്കളെ, ടോപ്പിക് ഒന്നും മാറുന്നില്ല. മാത്സ്, റീസണിങ്, ഇംഗ്ലീഷ് എന്തായാലും വേണം. അത് ഇവിടെയും ഉണ്ട്. എന്താ നോക്കൂ, ജനറൽ ഇംഗ്ലീഷ്, റീസണിങ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്. നോക്കൂ, 40 ക്വസ്റ്റ്യൻസ്, 40 ഇംഗ്ലീഷ്, 40 ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, 40 മാർക്സ്, 60 മാർക്സ് ആൻഡ് 50 മാർക്സ് എന്ന രീതിയിൽ 150 മാർക്സിൻ്റെത് പ്രിലിംസിൽ പഠിച്ചതുപോലെ തന്നെ മാത്സ്, റീസണിങ്, ഇംഗ്ലീഷിന് വെയിറ്റേജ് കൊടുത്ത് പഠിക്കണം. ഇത് കൂടാതെ അവിടെ ജനറൽ ആൻഡ് ഫിനാൻഷ്യൽ അവയർനെസ്, ബാങ്കിങ് അവയർനെസ്, ജനറൽ അവയർനെസ്, കമ്പ്യൂട്ടർ അവയർനെസ് എല്ലാം കൂടെ ചേർത്ത് ഒരു 40 ക്വസ്റ്റ്യൻസും 50 മാർക്സുമാണ്. അവിടെ ജനറൽ അവയർനെസ് പാർട്ട് ഒരു കൃത്യമായ വെയിറ്റേജോടുകൂടി തന്നെ ഉണ്ട്. 20 മിനിറ്റ് ആണ് അതിന് വരുന്നത്. ബാക്കി ഓരോന്നിനും വരുന്നത് 35 മിനിറ്റ്സ് വീതമാണ്. അങ്ങനെ 125 മിനിറ്റ് വരുന്ന പരീക്ഷയും 200 മാർക്സും അതുപോലെ 160 ക്വസ്റ്റ്യൻസുമാണ് എന്തിന് വരുന്നത്? മെയിൻസ് എക്സാം വരുന്നത്. ഈ 2 കടമ്പകൾ വൃത്തിയായി കടക്കാൻ എബിലിറ്റി ഉള്ളവർ, ഇതിൻ്റെതായ രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യാൻ താല്പര്യമുള്ളവർ തീർച്ചയായും ഈ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കേണ്ടതാണ്. ഈ അവസരം മിസ് ചെയ്യാതിരിക്കേണ്ടതാണ്. തീർച്ചയായും എന്ത് ചെയ്യുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ദിശ അക്കാഡമിയുടെ ട്രിവാൻഡ്രം, കൊല്ലം, കൊട്ടാരക്കര ബ്രാഞ്ചുകളിൽ ബാങ്ക് ഈ പറയുന്ന IBPS ക്ലർക്ക് എക്സാമിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള സെപ്പറേറ്റ് ബാച്ചുകൾ ഉടൻ ആരംഭിക്കുകയാണ്. 3-ാം തീയതി മുതൽ 5-ാം തീയതി മുതൽ ആരംഭിക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ അവസരങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, പ്രയോജനപ്പെടുത്തി ഈ എക്സാമിന് വേണ്ടി ട്രൈ ചെയ്യുക. എല്ലാവിധ സപ്പോർട്ടും തന്നുകൊണ്ട് ഞാൻ ഉൾപ്പെടെ നിങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ സൗകര്യം നിങ്ങൾ പ്രയോജനപ്പെടുത്തുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തത് എന്താ വരുന്നത്, എന്തൊക്കെയാ പഠിക്കേണ്ടത്, ഞാൻ അതുകൂടെ ഒന്നൊരു ഔട്ട്ലൈൻ തരാം. ചില ആളുകൾ നമ്മളിപ്പോൾ എന്ത് ഡിഗ്രി എടുത്ത് വന്നവരായാലും, ഇപ്പം MTech-കാരായിക്കോട്ടെ, BTech-കാരായിക്കോട്ടെ, PG-കാരായിക്കോട്ടെ, ഡിഗ്രിക്കാരായിക്കോട്ടെ, ഏത് ഡിഗ്രി എടുത്ത് വന്നിട്ടുള്ളവരാണെങ്കിലും ഇതൊരു ഓപ്പൺ കോമ്പറ്റീഷൻ ആണ്. ഒരേ സാധനം തന്നെയാണ് പഠിക്കേണ്ടത്. എന്തൊക്കെയാണ് പഠിക്കേണ്ടത്? നോക്കൂ, മാത്സിൽ നിന്ന് നോക്കൂ മക്കളെ, നമ്പർ സീരീസ്, ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ, സിംപ്ലിഫിക്കേഷൻ, അപ്രോക്സിമേഷൻ, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, ഡേറ്റ സഫിഷ്യൻസി, മെൻസുറേഷൻ, ആവറേജ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, അരിത്തമെറ്റിക് സെക്ഷൻസ് ആ പറയുന്നത്, റേഷ്യോ, പ്രൊപ്പോർഷൻ, വർക്ക് ആൻഡ് ടൈം, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, പ്രോബബിലിറ്റി, റിലേഷൻസ്, സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ. മാത്സിൽ നിന്ന് 10ാം ക്ലാസ് അല്ലെങ്കിൽ +2ലൊക്കെ നമ്മൾ പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ ഒക്കെ കണ്ടിട്ടുണ്ട്. അതെല്ലാം ചേർന്ന് വരുന്ന ഒരു പാർട്ടാണ് എന്തെന്ന് പറയുന്നത്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇത് വൃത്തിയായി പഠിക്കണം. അപ്പൊ BCom MCom-കാരൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും +2-ന് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനുമാണ് പഠിച്ചിരിക്കുന്നതെങ്കിൽ അവർ 10ാം ക്ലാസ്സിൽ വരെ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. അതിന്റെ ഒരു ഡീപ്പർ ലെവലിലുള്ള സ്റ്റഡി വളരെ അത്യാവശ്യമാണ്, ടച്ച് പോയി നിൽക്കുന്ന ആളുകൾ. അതുപോലെ തന്നെ റീസണിങ് എടുക്കുകയാണെങ്കിൽ സീറ്റിംഗ് അറേഞ്ച്മെന്റ്, പസിൽസ്, ഇൻഇക്വാളിറ്റി, സില്ലോജിസം, ഇൻപുട്ട് ഔട്ട്പുട്ട്, ഡേറ്റ സഫിഷ്യൻസി, ബ്ലഡ് റിലേഷൻ, ഓർഡർ റാങ്കിങ്, ആൽഫ ന്യൂമറിക് സീരീസ്, ഡയറക്ഷൻ ഡിസ്റ്റൻസ്, വെർബൽ റീസണിങ് പോലെയുള്ള പാർട്ടുകൾ. ഇനി അതുപോലെ ഇംഗ്ലീഷ് എടുക്കുകയാണെങ്കിൽ താങ്കളുടെ ഗ്രാമർ പാർട്ടാണ്, ക്ലോസ് ടെസ്റ്റ്, റീഡിംഗ് കോംപ്രഹെൻഷൻ, സ്പോട്ടിംഗ് എറേഴ്സ്, സെന്റൻസ് ഇംപ്രൂവ്മെന്റ്, സെന്റൻസ് കറക്ഷൻ, പാരാജംബിൾ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, പിന്നെ സെന്റൻസ് കംപ്ലീഷൻ പോലെയുള്ള ടോപ്പിക്കുകൾ അത്യാവശ്യം നന്നായിട്ട് വൊക്കാബുലറിക്കും പ്രാധാന്യമുള്ളതാണ് എന്തെന്ന് പറയുന്നത്, ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എന്താണ് പഠിക്കേണ്ടതെന്ന് മനസ്സിലായല്ലോ, പ്രിലിംസ് മെയിൻസ് എക്സാമുകൾ മനസ്സിലായല്ലോ. അപ്പോൾ എന്ത് ചെയ്യണം, നന്നായി ഈ ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ പഠിക്കും എന്ന് വിചാരിക്കുന്നു. അങ്ങനെയുള്ളവർക്ക് നോക്കൂ, ഈ 11ഓളം ബാങ്കുകൾ നിങ്ങളുടെ ഫ്രണ്ടിൽ ഓപ്പർച്യൂണിറ്റി ആയിട്ട് വന്നിരിക്കുകയാണ്. ഇതിൽ ഏതെങ്കിലും ഒരു ബാങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് ഇയറിൽ ഒരു ക്ലർക്കായി ജോയിൻ ചെയ്യാൻ
ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പഠിച്ചു തുടങ്ങുക. ദിശ അക്കാഡമി 2 ഓപ്ഷൻസ് നിങ്ങളെ പരിചയപ്പെടുത്താം. ഒന്ന് നമ്മുടെ റെഗുലർ ബാങ്ക് ബാച്ചിന്റെ ഓൺലൈൻ ക്ലാസ്സുകളാണ്, വളരെ വൃത്തിയായി നടന്നു പോകുന്ന. നിങ്ങൾക്ക് അതിൽ കയറിയ ഡെമോ ക്ലാസ്സുകളൊക്കെ ദിശ ലേണിംഗ് ആപ്ലിക്കേഷൻ കാണാൻ സാധിക്കും. ദിശ ലേണിംഗ് ആപ്ലിക്കേഷനിലൂടെയാണ് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നത്? ലൈവ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾ എവിടെയാണെങ്കിലും ചിട്ടയായി നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. അഖിൽ സാറിന്റെ ക്ലാസ്സുകൾ, റിമ മിസ്സിന്റെ ക്ലാസ്സുകൾ, ആരോമൽ സാറിന്റെ ക്ലാസ്സുകൾ, പ്രീതി മിസ്സിന്റെ ക്ലാസ്സുകൾ ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് നിങ്ങൾക്ക്. അതേപോലെ തന്നെ ഓഫ്ലൈൻ ബാച്ചിൽ നമ്മുടെ ട്രിവാൻഡ്രം, കൊല്ലം, കൊട്ടാരക്കര ഈ 3 ബ്രാഞ്ചുകളാണ് മെയിൻലി നമ്മൾ ബാങ്ക് എക്സാമിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഈ സൗകര്യം നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. അപ്പോൾ ഓഫ്ലൈൻ ബാച്ചുകൾ താല്പര്യമുള്ളവർക്ക് ഈ മന്ത് ഫസ്റ്റ് വീക്ക് തന്നെ ബാച്ചുകളുണ്ട്. അപ്പോൾ ഈ സൗകര്യം പ്രയോജനപ്പെടുത്തി പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഈ അവസരം മിസ് ചെയ്യരുത്. എല്ലാവരും അപ്ലൈ ചെയ്യുക, പഠിക്കാൻ ശ്രമിക്കുക. കേന്ദ്ര ഗവൺമെന്റ് റെയിൽവേ ബാങ്കിങ് എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ മസ്റ്റായിട്ടും ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും നെക്സ്റ്റ് ഇയർ ജോബ് കിട്ടട്ടെ എന്ന് ആശംസിച്ചു. ഓൾ ദി ബെസ്റ്റ്.